എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യമായിരുന്ന കലിംഗ, ക്ഷേത്രങ്ങളുടെ നഗരം, ഭാരതത്തിന്റെ ആത്മാവ്, ഇന്നത്തെ ഒഡീഷ. ഒഡീഷയുടെ പ്രൗഢിയായ പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 2010 ഒറീസയുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏകദേശം 7500 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഒഡീഷ. എന്നാൽ അതിൽ ഇന്ന് അത്രത്തോളം ക്ഷേത്രങ്ങൾ ഇല്ലെങ്കിലും ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ പുറമേയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയം എൻ്റെ മോന് 4 മാസമായിരുന്നു പ്രായം. നല്ല ജലദോഷം പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മുഴുവൻ മൂടി അവനെ കൊണ്ടു നടക്കുകയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു ആ സമയം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ കാറ്റും വെയിലും എല്ലാം കൂടെയുള്ള ഒരു അവസ്ഥയാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളിലുള്ള കാഴ്ചകളൊന്നും പകർത്താനും പറ്റിയില്ല. 12ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന അനന്തവർമ്മൻ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം പണിയാൻ ആരംഭിച്ചത്. 13ാം നൂറ്റാണ്ടിൽ അനംഗഭീമൻ എന്ന ചക്രവർത്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇവിടെ 3 വിഗ്രഹങ്ങളാണുള്ളത്. അതിൽ പ്രധാന പ്രതിഷ്ഠ ശ്രീ ജഗന്നാഥനാണ്, അതായത് ശ്രീകൃഷ്ണൻ. പിന്നെയുള്ളത് ശ്രീകൃഷ്ണൻ്റെ സഹോദരനായ ബലരാമനും സഹോദരിയായ സുഭദ്രയുമാണ്. സാധാരണയായി നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന വിഗ്രഹങ്ങൾ കല്ലിൽ പണിതവയാണ്. എന്നാൽ ഇവിടുത്തെ വിഗ്രഹങ്ങൾക്കുമുണ്ട് ഒരു പ്രത്യേകത. വേപ്പിൻ്റെ തടിയിലാണ് ഇവിടെയുള്ള വിഗ്രഹങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. തടിയിൽ പണിയുന്ന വിഗ്രഹങ്ങളായതുകൊണ്ട് അത് കുറച്ച് കാലയളവിന് ശേഷം അത് വീണ്ടും പണിയും. പല പ്രത്യേകതകളും ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ അടുത്താണ്. എന്നാൽ നമ്മൾ ക്ഷേത്ര കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ കടലിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിന് പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയ്ക്ക് കടലിൻ്റെ സൗണ്ട് പേടിയായതുകൊണ്ട് സഹോദരിയെ ആ സൗണ്ടിൽ നിന്നും രക്ഷിക്കാനാണ് അങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. ആ ഗോപുരത്തിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന കൊടി, അതിനുമുണ്ട് ഒരു പ്രത്യേകത. ആ കൊടി പറക്കുന്നത് കാറ്റിൻ്റെ എതിർദിശയ്ക്കാണ്. ഇതുവരെ അത് എന്താണ് കാരണം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള സുദർശന ചക്രം, ആ സുദർശന ചക്രത്തിന് ഏകദേശം 1 ടൺ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ഭാരമുള്ള ഒരു സാധനം ഇത്രയും പുരാതന കാലത്ത് അതിൻ്റെ മുകളിൽ എങ്ങനെ എത്തിച്ചു, അതും ഒരു ചോദ്യമായിട്ട് കിടക്കുകയാണ്. പിന്നെയുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടുത്തെ താഴികക്കുടത്തിൻ്റെ നിഴൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ്. പിന്നെയും ഉണ്ട് അത്ഭുതങ്ങൾ. അതായത് ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലൂടെ പക്ഷികൾ പറക്കില്ല എന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ വാസ്തുവിദ്യയുടെ പ്രൗഢിയെ വിളിച്ചോതുന്ന അനേകം ഉദാഹരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ആ കൊത്തുപണികളും നിർമ്മിതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മഹത്തായ ഒരു വാസ്തുവിദ്യയാണ് നമ്മുടെ ഭാരതത്തിനുള്ളതെന്ന്. ഈ പറഞ്ഞ അത്ഭുതങ്ങൾക്ക് പുറമെ വേറൊരു അത്ഭുതം കൂടെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പ്രസാദത്തെ പറ്റിയാണ് ആ അത്ഭുത കഥയല്ല, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. ഭക്തർ എത്ര കൂടുതലായാലും കുറവായാലും എന്നും ഒരേ അളവിലാണ് ഇവിടെ പ്രസാദം പാചകം ചെയ്യാറ്. എന്നാൽ അതൊരിക്കലും ബാക്കിയാവാറില്ല, പിന്നെ കുറഞ്ഞു പോകാറുമില്ല. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഹിമാലയൻ യാത്രയിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ 4 ദിക്കുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതത്തിൻ്റെ ഈ 4 ദിക്കുകളിൽ ഈ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആ മഠങ്ങൾ 4 വേദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബദ്രിനാഥിലെ ജോഷിമഠിലെ കാഴ്ചകൾ എൻ്റെ ആദ്യ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പുരിയിലുള്ള ഈ മഠം ഋഗ്വേദത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മറ്റ് 2 മഠങ്ങൾ ദ്വാരകയിലും ഒന്ന് ശൃംഗേരിയിലുമാണ്. പിന്നെ പുരിയിലെ രഥയാത്ര, അത് വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് ഇവിടെയുള്ളത്. ഇത് ഗോകുലത്തിൽ നിന്നും മധുരയിലേക്ക് ശ്രീകൃഷ്ണൻ്റെ യാത്രയെ അനുസ്മരിച്ചിട്ടാണ് ഈ രഥയാത്ര കണക്കാക്കുന്നത്. ശ്രീ ജഗന്നാഥൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു.
ഞാൻ പറഞ്ഞല്ലോ ഇത് 2010 കാഴ്ചകളാണെന്ന്. ഇപ്പോൾ ഇവിടെ ധാരാളം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ സമയം ധനുവേട്ടൻ്റെ ഒരു കൊളീഗിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോയതായിരുന്നു ഭുവനേശ്വറിൽ. അങ്ങനെ വിചാരിച്ചു ഈ ഒറീസയും ഒന്ന് കറങ്ങാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഒറീസയിലെ ശ്രീ ജഗന്നാഥപുരി, കൊണാർക്ക്, ലിംഗരാജ ടെമ്പിൾ, ചിൽക്ക ലേക്ക് അങ്ങനെ കുറച്ച് കറങ്ങി അവിടെ. അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാൻ അതിൻ്റെതൊക്കെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.